അനധികൃത സ്വത്ത് സമ്പാദനമടക്കം എം.ആർ. അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ആർ ശ്രീജിത്ത്, ഇപ്പോൾ CPIക്ക് നിലപാട് കടുപ്പിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. LDF യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നതാണോ തുറന്ന പറച്ചിലേക്ക് പ്രകാശ് ബാബുവിനെ എത്തിച്ചത്? അത് ഏറ്റുപറയുന്നതിലേക്ക് TP രാമകൃഷ്ണനെയും കൊണ്ടുവന്നത്? RSS നേതാക്കളുമായി ADGP M.R. അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനും നയങ്ങൾക്കും അനുസൃതമല്ല എന്ന കാര്യം നേരത്തെ തന്നെ CPI വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാട് ആവർത്തിക്കുന്നതിന് പുറമെ ഇത്തരമൊരു രാഷ്ട്രീയ നയത്തിന് വ്യത്യസ്തമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ADGPയെ സംരക്ഷിക്കുന്നതിന് CPI മുഖ്യമന്ത്രി നിരത്തുന്ന ന്യായങ്ങളെ ഖണ്ഡിക്കുകയാണ് പ്രകാശ് ബാബു ഈ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ നയവ്യതിയാനം ഒരു അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ടുപിടിക്കേണ്ട ഒന്നല്ല എന്നാണ് പ്രകാശ് ബാബു ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും കാതലായ ഭാഗം. മാത്രമല്ല, ഇത് ഒരു രാഷ്ട്രീയ ബോധ്യപ്പെടലിലൂടെ സംഭവിക്കേണ്ടതാണ്. അതായത് RSS BJP നേതാക്കളുമായി ADGP M.R. അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച DGP അന്വേഷിക്കേണ്ട വിഷയമല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ബോധ്യപ്പെടാതിരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് മുന്നണിക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ്. അത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആ നഷ്ടം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നീതി വൈകുന്നതും നീതി നിഷേധമാണ് എന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്ക് മാത്രമല്ല ബാധകമാകുക, മറിച്ച് അത് സർക്കാരിന് കൂടി ബാധകമാകുന്ന കാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രകാശ് ബാബു ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ സ്വീകരിക്കുന്ന സമീപനം ഈ ADGP കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ ആ കൂടിക്കാഴ്ച എന്തിനാണെന്ന കാര്യം വെളിപ്പെടുത്താനുള്ള ബാധ്യത ഈ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അക്കാര്യത്തിൽ CPIയോട് ഒരു യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് TP രാമകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.